ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഒരു 9 മണി ആയിട്ടുണ്ട്. എണീക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ലേറ്റായി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സുബഹിസ്കരിച്ചോടും കിടന്നുറങ്ങിയതൊന്നുമല്ല. ഞാനൊരു 7 മണി 7:30 ആകുമ്പോൾ ഉറങ്ങുള്ളൂ. കാരണം വെച്ചാൽ നേരം വെളുത്ത് സൂര്യൻ ഉച്ചതിന് ശേഷമല്ല ഉറങ്ങിക്കൊടൂ. അപ്പോൾ അങ്ങനെ ഉറങ്ങും. അപ്പോൾ എണീറ്റ് വന്നപാടും മസാലയൊക്കെ അനിയത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സമൂസൻ്റെയും ബ്രെഡ് സമൂസൻ്റെ ഒക്കെ മസാല ഓളുണ്ടാക്കിയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഞാൻ ബ്രെഡ് സമൂസ ഉണ്ടാക്കാം. ഓൾ സാധാ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരത്തുന്നുണ്ട്. ഞാൻ ബ്രെഡ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം അതൊന്ന് ആവിക്ക് വെച്ചിട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് ആവിക്ക് വെച്ചിട്ട് അതൊന്ന് എടുക്കുന്നുണ്ട്. പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അടുപ്പത്ത് ബ്രെഡ് ആവിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ അടുപ്പത്ത് ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വേഗം ആവി കയറ്റിയിട്ട് ഓരോ ബ്രെഡും പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ വീഡിയോ അതിൽ ചോദിച്ചിട്ടുണ്ട് അതിന് കമൻറ്റ്, പിന്നെ ഏത് ബ്രെഡ് ഉപയോഗിക്കുന്നത്. സാധാ നോർമൽ ബ്രെഡ് തന്നെയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അത് നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല അടുത്ത് ഇങ്ങനെ വന്നിട്ടുള്ള ബ്രെഡാകുമ്പം പിന്നെ ഇതുപോലെ പരത്തുമ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും. മറ്റേതാകുമ്പം പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേത് കമ്പനിയിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല, ഏത് ഇഷ്ടമുള്ള ബ്രെഡ് നമ്മൾ എടുക്കും. അങ്ങനെ ഈ ബ്രെഡിൻ്റെ സമൂസയും സാദാ സമൂസയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ബാക്കി ഉണ്ടാക്കേണ്ട സാധനം വാങ്ങാൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേഗം ഇതുണ്ടാക്കി എടുക്കുകയെന്ന് ഇതാക്കിയിട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രെഡും വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ അത്രമേൽ ആഗ്രഹിച്ച് ചെയ്യുന്നതൊക്കെ എളുപ്പത്തിലാവുമെന്ന് പറയില്ലേ, അതുപോലെ ഒരു നിയോഗം പോലെ നമ്മളടുക്ക് എത്തിപ്പെട്ടതാണ് ഈ ബ്രെഡും വണ്ടി. അങ്ങനെ അവരോട് ബ്രെഡും വാങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം വേഗം അതിൻ്റെ ബാക്കിയൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് സമൂസ ഞാനാക്കുന്നുണ്ട്, സാദാ സമൂസ ഓളോ ആക്കുന്നുണ്ട്. ബ്രെഡ് സമൂസൻ്റെ റെസിപ്പി വേണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ മസാല ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചില്ല. അത് സാധാ നോർമൽ സമൂസൻ്റെ മസാലയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വേണ്ടവർ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാം. പിന്നെ അങ്ങനെ നമ്മുടെ ബ്രെഡ് സമൂസയൊക്കെ ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ 2:30 മണിയാകുമ്പോഴത്തേക്ക് കൊടുക്കേണ്ട ഓർഡറാണ്. അപ്പം ഒരു തരം രാത്രിയാക്കി വെച്ചിട്ടുണ്ട് കോണ്, പിന്നെ 2 തരം ഇപ്പോൾ ആക്കുന്നതാണ്. ഇനി 2 തരം കൂടി ആക്കാനുണ്ട്. അതും കൂടി ആക്കിയിട്ട് വേണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ 2 തരം ആക്കണമെങ്കിൽ സാധനമൊക്കെ പോയിട്ട് വാങ്ങിയിട്ട് വരാനുണ്ട്. പിന്നെ അപ്പം നിങ്ങൾ വിചാരിക്കും വേറെ ആരെങ്കിലും അയച്ചുകൂടെ, അല്ലെങ്കിൽ ഷോപ്പിൽ വിളിച്ചിട്ട് കൊണ്ടുതരാൻ പറഞ്ഞുകൂടെയെന്ന്. അപ്പോൾ അവർ കൊണ്ടുതരികയൊക്കെ ചെയ്യും. അവരെത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് അമ്മ കൊണ്ടുതരാമെന്ന്. പക്ഷേ നമുക്കത് ഒരു റാഹത്താവില്ല. അവർ കൊണ്ടുതന്നാൽ നല്ല സാധനങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ മോശമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ തന്നെ പോയിട്ട് എടുക്കുന്നത്. നമുക്ക് നമ്മൾ പോയിട്ട് വാങ്ങിയാലേ തൃപ്തിയാവും. അതുപോലെ തന്നെയാണ് നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മളെ വീട്ടിൽ ആരോടും നമ്മൾ പറഞ്ഞിട്ട് ചെയ്യിക്കില്ല. ഇപ്പം കുട്ടികളൊക്കെ ഉണ്ട്, അപ്പോൾ അവരോട് പറഞ്ഞ് ചെയ്യിച്ചാൽ നമുക്ക് ആ പെർഫെക്റ്റ് കിട്ടൂല, നമുക്കൊരു ഇഷ്ടപ്പെടില്ല. അവർ അതിൽ തൊടാൻ വരെ നമ്മൾ സമ്മതിക്കൂല. ഞാൻ ചീത്ത പറഞ്ഞിട്ട് ഓടിക്കലാന്ന്. അപ്പോൾ ഇതുപോലെയാണ് പാക്കിങ് ചെയ്യുന്നത്. ഓരോരുത്തരും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിലേക്ക്, എങ്ങനെ ഈ ഒരു പാക്കിൽ എത്ര എണ്ണാന്നൊക്കെ. അപ്പോൾ പാക്കറ്റിൽ നമ്മൾ ഓരോരോ കസ്റ്റമർക്ക് എത്ര എണ്ണ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ രീതിക്കാണ് നമ്മൾ പാക്കിങ് ചെയ്യുന്നത്. ചിലപ്പം 10 വേണ്ടവർക്ക് 10 ചെയ്ത് കൊടുക്കും, 15 വേണ്ടവർക്ക് 15 അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് ഫ്രീസറിൽ കയറ്റിയതിന് ശേഷം നമ്മൾ വേഗം വണ്ടി എടുത്തിട്ട് സാധനം വാങ്ങാൻ പോയി. അങ്ങനെ സാധനം വാങ്ങിയിട്ട് ചിക്കനൊക്കെ വാങ്ങി പിന്നെ വേറൊരു ഷോപ്പിലേക്ക് പോയി. നമുക്കങ്ങനെ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് സാധനം എടുക്കുന്നൊന്നുമില്ല. എവിടെയാണെന്ന് 2 രൂപ കുറവെന്ന് വെച്ചാൽ അവിടെ പോയിട്ടായിരിക്കും സാധനം എടുക്കൽ. പിന്നെ അതൊക്കെ വാങ്ങി വേഗം വീട്ടിലേക്ക് വന്ന് ഉള്ളിയൊക്കെ മുറിച്ച്. അപ്പോൾ ഉള്ളി മുറിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അതിന് മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോപ്പർ വാങ്ങിക്കൂടെ, മുറിക്കാൻ മിക്സി ഉണ്ട് അത് വാങ്ങിക്കൂടെ എന്നൊക്കെ. പക്ഷേ നമുക്ക് ഇങ്ങനെ മുറിക്കാനാണ് ഇഷ്ടം. ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അതങ്ങനെ ശീലമായി നമുക്കങ്ങനെ മുറിച്ചിട്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഈ പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഈ പണിക്ക് വേണ്ടിയിട്ട് ഒരു സാധനവും നമ്മൾ വാങ്ങിയിട്ടില്ല. കുറേ ആൾക്കാർ എനിക്ക് അറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങുന്നതെന്ന് പറയുമ്പോൾക്ക് ഒരുപാട് അതിൻ്റെ ആയുധങ്ങളും സംഭവങ്ങളെല്ലാം വാങ്ങിയിട്ട് 2 ദിവസം അത് ചെയ്തിട്ട് പിന്നെ അങ്ങനെ അവിടെ ഇട്ട് വേസ്റ്റാക്കി കളയൽ. നമ്മൾ സീലർ തന്നെ ഇപ്പം 4ാമത്തെ പ്രാവശ്യമല്ലേ, ഈ 4ാമത്തെ വർഷമാണ് നമ്മൾ സീലർ വരെ വാങ്ങുന്നത്. നമുക്ക് നമ്മളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെ ആയുധങ്ങളും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊടും. വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. ഇപ്പം തന്നെ നമുക്ക് ഉറപ്പൊന്നുമില്ല നമ്മൾ ഇത്
അധികകാലം മുന്നോട്ട് കൊണ്ടുപോകുന്നോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അത്ര തോന്നുന്നു അത്ര വരെ ഇങ്ങനെ ചെയ്യും. പക്ഷെ നമ്മൾ ഇത് ആദ്യം ചെയ്തിട്ട് തന്നെ അപ്പോൾ തന്നെ നിർത്താൻ വേണ്ടി വിചാരിച്ചതാണ്. ആ നോമ്പ് കഴിഞ്ഞപ്പാടും തന്നെ നിർത്താൻ വേണ്ടി വിചാരിച്ചതാണ്. പിന്നെ കസ്റ്റമറെ നിർബന്ധപ്രകാരമാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. ഓരോരുത്തരും വിളിച്ചിട്ട് നമ്മൾ നിർത്തി എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ നിങ്ങളോട് തന്നെ വാങ്ങണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് നമ്മളെ വീണ്ടും നിർബന്ധിപ്പിക്കുമ്പം അങ്ങനെ പിന്നെ ഓർഡറും കുറേ വരുമ്പോൾ നമ്മൾ അത് നിർത്താണ്ട് ഇങ്ങനെ കൊണ്ടുപോയതാണ്. പിന്നെ അങ്ങനെ ഇത് നമ്മളെ കട്ട്ലറ്റും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി ദോശയൊക്കെ വെച്ചിട്ട് ചിക്കൻ റോളും റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ഇരുന്നിട്ട് പണിയെടുക്കും, കുറച്ച് നിന്നിട്ട് പണിയെടുക്കും. അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇത്. കാരണം കാണുന്നവർക്ക് സിമ്പിളായിരിക്കും. ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിങ്ങിന് വന്നതാണ് ഇതിൻ്റെ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അതൊരു കടയിൽ നിന്നൊന്നല്ലല്ലോ വാങ്ങുന്നത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടക്കക്കാരൊക്കെ എന്താക്കണം എന്ന് വെച്ചാൽ ഒരാൾ ഇപ്പോൾ 25 കട്ട്ലറ്റ് നിങ്ങൾക്ക് ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്താക്കുക ഒരു 50 കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പം തന്നെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പണിയും എളുപ്പമാകും. പിന്നെ ആരെങ്കിലും ചോദിക്കുമ്പോൾ വേഗം എടുത്ത് കൊടുക്കാനും ഉണ്ടാകും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യമൊക്കെ. ഇപ്പം പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എന്നാലും കുറേയൊക്കെ നമ്മൾ ചെയ്യും. എന്തായാലും സാധനം അതിൽ എക്സ്ട്രാ കുറച്ച് ഉണ്ടാകും. അപ്പോൾ തന്നെ അതിന് ആളാകുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഒന്നും ഇപ്പം ബാലൻസിങ് വരുന്നില്ല. അങ്ങനെ 2:30 മണിയാകുമ്പോൾ നമ്മളെ പണി തീർന്നിട്ടുണ്ട്. ഈ പണി തീർന്നുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഗൾഫിലൊക്കെ ബോംബൊക്കെ ഇട്ടതും ഇതൊക്കെ അറിയുന്നത്. ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് അതുവരെ ഒന്നും അറിയില്ല. ഫോൺ അങ്ങനെ നോക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഒരു വീഡിയോ എടുക്കാനുള്ള മൂഡ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നലത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായത്. ബാക്കി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും യുദ്ധം സമാധാനപരമായി തീരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ റമദാനിൻ്റെ ബർക്കത്ത് കൊണ്ട് എല്ലാം റാഹത്തിലാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. ആർക്കും ഒരാപത്തും മുസീബത്തും ബലാവും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോവുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.